നമസ്കാരം. ഇന്ന് വെനസ്ഡേ ആണ്. വനിതാ സംരംഭകരെ, അതും സക്സസ്ഫുൾ ആയ വനിതാ സംരംഭകരെ പരിചയപ്പെടുത്തുന്ന ദിവസമാണ്. ഇന്ന് എനിക്കൊപ്പമുള്ളത് അജ്മി സുൽത്താനയാണ്. നമുക്കറിയാം, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം, പൂക്കൃഷിയിലൂടെ വലിയ വിജയം സ്വന്തമാക്കിയ ഒരു വുമൺ ഓൺട്രപ്രണറാണ് അജ്മി. എഞ്ചിനീയറിംഗ് പഠനം നിർത്തി അല്ലേ, ആ ജോലി ഉപേക്ഷിച്ച് അതിനുശേഷം പൂക്കൃഷിയിലേക്ക് കടക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും ജീവിതത്തിൽ സന്തോഷം മാത്രമാണ്, എന്നും പൂക്കാലമാണ് അജ്മിക്ക് ജീവിതത്തിൽ. ഇപ്പോൾ നമുക്ക് വിശേഷങ്ങൾ ഓരോന്നായി ചോദിച്ചറിയാം. അജ്മി, ആദ്യം തന്നെ സ്വാഗതം. ഞങ്ങളോടൊപ്പം ചേർന്നതിന് വലിയ സന്തോഷം. പൂക്കൾ ഇഷ്ടമല്ലാത്ത ആരുമില്ല അല്ലേ? അപ്പോൾ വീട്ടില് പൂക്കള് കാശ് കൊടുത്ത് മേടിച്ച് വളർത്തുന്ന ആളുകളാണ്. അപ്പോൾ അതൊരു വലിയ വിപണി സാധ്യതയുള്ളത് തന്നെയാണ്. അവിടെ ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ പൂക്കളിലെ സുൽത്താനയാണ് അല്ലേ? അപ്പോ ആ കൃഷിയിലേക്ക്, അതെ, പൂക്കളുടെ റാണിയാണ്. അപ്പോ എങ്ങനെയാണ് ആ കൃഷിയിലേക്ക്, ഓർക്കിഡ് എന്ന ഒരു ഐഡിയയിലേക്ക് വരുന്നത്? ഞാൻ ശരിക്കും ആ ഒരു പഠനശേഷം വിവാഹം വന്നിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹോബിയായിട്ട് ജസ്റ്റ് ഒരു 1-2 ഓർക്കിഡ്സ് വളർത്തി സ്റ്റാർട്ട് ചെയ്തതാണ്. ഹസ്ബൻഡ് ഗിഫ്റ്റായിട്ട് 1-2 ഓർക്കിഡ്സ് വാങ്ങി തന്നതാണ്. അപ്പം അതിങ്ങനെ ഞാൻ വളർത്തി നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ ഒട്ടും തന്നെ കൊണ്ട് സക്സസ്ഫുൾ അല്ല ഓർക്കിഡ്സ് എന്ന് എനിക്ക് അന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ആ സ്റ്റഡി ചെയ്തതിനെല്ലാം ഞാൻ ഒരുപാട് വർഷം എടുത്തു അതായത് സ്റ്റഡി കംപ്ലീറ്റ് ആവാനായിട്ട്. ശരിക്കും അതിനിടയ്ക്ക് പിന്നെ കുഞ്ഞൊക്കെ ആയി. അപ്പോഴത്തേക്ക് പിന്നെ വീണ്ടും നമ്മളൊരു ഗൃഹനാഥ എന്നുള്ളൊരു, അതാണ് ശരിക്കും എൻ്റെ ആഗ്രഹവും അങ്ങനെയായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മളൊരു എൻ്റർപ്രണർ ആവണമെന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ശരിക്കും ഇതിലേക്ക് വരുന്നത്. ഒരു ഹോബിയായിട്ട് കുറേ കളക്ട് ചെയ്ത സമയത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ റോഡിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമുക്കിത് ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് സാധാരണയായിട്ട് ഓർക്കിഡിൽ നിന്ന് തൈകൾ ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ടിഷ്യൂ കൾച്ചർ ചെയ്താണ് കൂടുതലും തൈകളൊക്കെ വരുന്നത്. അപ്പം ഈ തൈകൾ കിട്ടാനില്ലാത്തത് കൊണ്ട് നമ്മൾ ഉള്ള സ്ഥലത്തേക്ക് ആൾക്കാർ തേടി വരാൻ തുടങ്ങി. അപ്പോൾ ഇതിനെ എങ്ങനെ കൂടുതൽ തൈകൾ ഉണ്ടാക്കാം എന്നൊക്കെ ഞാൻ തന്നെ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് സുലൂസ് ഡയറീസ് ആണ്. അപ്പോൾ അതിനകത്ത് ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടും, ഇതിങ്ങനെ സക്സസ് ആയത്. അപ്പോഴത്തേക്ക് ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആവശ്യക്കാർ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ട് ഇതിനെ ഒരു ബിസിനസ് ആക്കിക്കൂടാ എന്ന് എനിക്ക് അന്നാണ് ഫീൽ ചെയ്തത്. അപ്പം വനിതാ സംരംഭക പിറക്കുകയായിരുന്നു. അതെ 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 വേണം എന്ന് വെച്ചിട്ട് ചെയ്തതല്ല, എല്ലാവരും ഭയങ്കര ഫോഴ്സ്ഫുള്ളായിട്ട് എൻ്റെ ഫോളോവേഴ്സ് നിർബന്ധപൂർവ്വം സത്യം പറഞ്ഞാൽ ചെയ്യിച്ചാണിത്. അപ്പം എന്നാൽ പിന്നെ സെയിലാവാമെന്ന് വെച്ചിട്ട് വീട്ടിൽ 2 ചെറിയ ടേബിളിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 10,000-ഓളം പ്ലാന്റ്സ് നമ്മളുടെ ഫാമിൽ ചെയ്യുന്നുണ്ട്. ഒരു 33 സെന്റിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. തുടക്കത്തിൽ വീട്ടിൽ 2 ടേബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി. എന്തുകൊണ്ടാണ് ഓർക്കിഡ്, അത് എന്തെങ്കിലും പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു? ഓർക്കിഡ്സിന് ഒരുപാട് രൂപസാദൃശ്യമുണ്ട്. ഓരോ ഇപ്പൊ പ്രാണികളുമായിട്ട്, ചിലത് സ്പൈഡറുകളുമായിട്ട്, അതുപോലെ ജീസസ്, അങ്ങനെ പല ചിത്രശലഭങ്ങളുമായിട്ടൊക്കെ സാദൃശ്യമാണ് ഇതിന്റെ ഫ്ലവേഴ്സിന്. പിന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്ലവർ ലാസ്റ്റ് ചെയ്യുന്നത് ഓർക്കിഡിന്റെ ഫ്ലവേഴ്സിനാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫെൻലോപ്സിസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിന്റെ ഫ്ലവേഴ്സ് 6 മാസം കേടുകൂടാതെ ഇരിക്കും. അത് ഓരോ വെറൈറ്റി അനുസരിച്ചിട്ട് അതിന് മാസങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. എങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഫ്ലവറിനെ അതുപോലെ തന്നെ നമുക്കൊരു ടേബിൾ ടോപ്പ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, ഇതിനെ ക്ലിപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ ഓരോ ചെടിയും പരിചരണം ആവശ്യമുള്ളതാണ്. അതെ അതെ, ഓർക്കിഡിൽ തന്നെ 20,000-ഓളം സ്പീഷീസ് വെറൈറ്റികളുണ്ട്. നമുക്ക് 10,000-ഓളം ഉണ്ട്. അതിൽ തന്നെ 10,000-ഓളം എണ്ണമാണ് നമ്മളുടെ കയ്യിൽ വരുന്നത്. ഒരു 250-ൽ പരം വെറൈറ്റീസ് ആണ് നമ്മുടെ ഫാമിലി ചെയ്യുന്നത്. അങ്ങനെയാണ്, ഓരോ കാറ്റഗറിക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഇതൊരു ഇൻഡോർ ടൈപ്പ് ആണ്. ശരിക്കും കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ്, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും. ഇത് 2 ചെടികളാണല്ലേ? ഇത് 2 പ്ലാന്റ് ആണ്, 2 കളർ ഷെയ്ഡിലുള്ളത്. ഇത് നമുക്ക് ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നു. അത്ര നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്താണോ വിൽപ്പന? അല്ല, നമ്മളിപ്പോൾ ഓൺലൈനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ എല്ലായിടങ്ങളിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കൊറിയറിൽ. അപ്പോൾ നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്ത്, ചെറിയ പ്ലാസ്റ്റിക് പോട്ടിലായിരിക്കും, അത് ഏറ്റവും ചെറിയ പാക്കേജസ് ആയിരിക്കണം നമ്മൾ വിടേണ്ടത്. അപ്പൊ ഇത്രയും വലിയ പോട്ട് വിടുമ്പോൾ ഒരുപാട് വലിയ ബോക്സസ് ആവും. അപ്പൊ അതുകൊണ്ട് ചെറിയ പോട്ടുകൾ സെറ്റ് ചെയ്ത് അടുത്തുള്ളവർക്ക് വേണമെങ്കിൽ, അതെ അതെ, ചിലർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ കസ്റ്റമറിന്റെ ആവശ്യം അനുസരിച്ച് ചെയ്ത് കൊടുക്കും. ഈ പൂക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, വളരെ കെയർഫുൾ ആയിരിക്കണം അതിനെ ഡീൽ ചെയ്യേണ്ടത്. ഇപ്പൊ മക്കളെ പോലെ ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ ഈ പെറ്റ്സിനെയൊക്കെ നമുക്ക് മക്കളെ പോലെ പോലും പറയാൻ പറ്റത്തില്ല. അതിനേക്കാൾ കൂടുതൽ കെയർ ചെയ്താൽ മാത്രമേ നിങ്ങൾ നിൽക്കുള്ളൂ. അതുപോലെ ആണ് പൂക്കളും. അപ്പോ ഇത് എങ്ങനെ ഓൺലൈൻ സെയിൽ, ഇപ്പോ ഡൽഹിയിലൊക്കെ ഇരുന്ന ഒരു ഓർഡർ കിട്ടിയാൽ നിങ്ങൾ അത്രയും ദിവസം ഇത് കേടുകൂടാതെ അവിടെ എത്തിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ പ്രോസസ്സാണ്. അത് നമുക്ക് ഓർക്കിഡ്സ് പൊതുവേ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഡാമേജ് ആവുന്ന ഒരു പ്ലാന്റ് അല്ല. നമുക്ക് ഒരു മാസം നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും അതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അങ്ങനെ കേടായി പോകത്തൊന്നുമില്ല.
കുറച്ചും കൂടെ ലാസ്റ്റിംഗ് ആണ് ഈ പ്ലാന്റുകൾ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് കൊറിയറിൽ നിന്ന് അയക്കണം എന്നുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് തന്നെ അതിനെ റെഡിയാക്കും പാക്കിങ്ങിനായിട്ട്. അത് ഡ്രൈ ആക്കും പ്ലാന്റ്സിനെ. കാരണം വെള്ളത്തോടു കൂടി നമുക്കിതിനെ വിടുമ്പോഴത്തേക്കും അവിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം അത് ആ ഒരു ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബോക്സുകളിൽ പേപ്പറിൽ നമ്മളത് പാക്ക് ചെയ്ത് സേഫായിട്ട് പാക്ക് ചെയ്ത് അതിൻ്റെ ഓരോ ലീഫുകളും ഒടിയാത്ത രീതിയിൽ വളരെ സേഫായിട്ട് അതിന് പാക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, അതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് ബോക്സുകളിലാക്കി വിടും. 15 ദിവസം വരെയും യാതൊരു വിധമായ പ്രോബ്ലംസും ഇതിൽ നിന്ന് ഉണ്ടാവത്തില്ല ഈ പ്ലാന്റുകൾക്ക്. ആ ഒരു കെയറിങ്ങിലാണ് നമ്മൾ ആ ബോക്സുകൾ കൊറിയർ ചെയ്യുന്നത്. അജ്മി സംസാരിക്കുമ്പോൾ നമ്മൾ സ്ക്രീനിൽ ഒരു സൈഡിൽ കാണുന്നത് അജ്മിയുടെ സുലൂസ് ഓർക്കിഡിലെ ദൃശ്യങ്ങളാണ്. ഇങ്ങനെ പല വർണ്ണത്തിൽ ഇങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കുകയാണ് ഓർക്കിഡുകൾ. അജ്മി, നമ്മൾ ഈ ദൃശ്യം കാണുമ്പോഴേ ഇത് വളരെ ശാസ്ത്രീയമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗാർഡൻ ആണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, ശാസ്ത്രീയമായി ചെയ്തിട്ടുള്ള പോളി ഹൗസുകളിലാണ് നമ്മളിത് ഇത് ചെയ്യുന്നത്, വളർത്തുന്നത്. അത് ഓർക്കിഡ് ഫാമിംഗിലേക്ക് ഇറങ്ങിയാൽ അത് മസ്റ്റ് ആണോ, അതോ നിങ്ങൾ നമ്മൾ കൂടുതൽ പ്ലാന്റ്സ് ചെയ്യുന്നതുകൊണ്ട് അത്രയും കെയർഫുൾ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത്. അത് നമ്മൾ ഇപ്പൊ മഴക്കാലം ഒക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാനും പിന്നെ കുറച്ചും കൂടെ കെയർ ഈസി ആയിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ. വീട്ടിലൊക്കെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഗാർഡനിൽ വെക്കാവുന്നതേ ഉള്ളൂ. അതെ, ഈ സ്വയമാണല്ലോ ഇങ്ങനെ ഒരു ഹോബിയായി തുടങ്ങി ഈ ഒരു സംരംഭകയാകാം എന്നൊരു ഐഡിയ ഒക്കെ ജനിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ സ്വീകരിച്ചത്? എവിടെ നിന്നാണ്, ആരുടെയൊക്കെ സഹായം കിട്ടി ഇങ്ങനെ ഒരു ഫാമിങ്ങിന്? ഇപ്പോൾ ഇതുപോലെ സയന്റിഫിക് ആയിട്ട് തന്നെ അതൊക്കെ അറേഞ്ച് ചെയ്യാനും ഒക്കെ ഇപ്പോൾ ഒരുപാട് പഠനം വേണം. പിന്നെ ഇത് സൂക്ഷിക്കാൻ, വളർത്താൻ, ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. അതിനൊക്കെ ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്? എങ്ങനെയാണ് വിവരങ്ങളൊക്കെ ശേഖരിച്ചത്? ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി പലർക്കും അറിയില്ല. അപ്പൊ ഞാൻ ഇത് വളർത്തുന്ന ആൾക്കാരിലേക്കൊക്കെ ഒരുപാട് പേരിലേക്ക് ചെന്നിട്ട് ഒരു വീട്ടിലെ ഒരു ആള് വളർത്തിയാലും ഞാൻ അവരോട് ചെന്ന് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ആ ടിപ്പൊക്കെ ഞാൻ ചോദിക്കും. എന്നിട്ട് ഞാനത് പരീക്ഷിച്ചു നോക്കും. പിന്നെ നമ്മൾ കൃഷി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കൂടുതലായിട്ട് ഞാൻ ഗൂഗിൾ, വിക്കിപീഡിയ, അന്നൊക്കെ അതായിരുന്നു ഒരു 9 വർഷം മുമ്പാണ്. അപ്പൊ അന്നൊക്കെ നമ്മൾ അത് നോക്കിയിട്ട് ഇതെങ്ങനെ വളർത്താം, ആ ക്ലൈമറ്റ്, ടെമ്പറേച്ചർ എല്ലാം ചെക്ക് ചെയ്തിട്ട് ആ ക്ലൈമറ്റ് നമ്മൾ ഒരുക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും, സക്സസ് ആവും. അങ്ങനെ 2-3 മാസമൊക്കെ നോക്കുമ്പോൾ ഓക്കെ ആണെങ്കിൽ പിന്നെ അതനുസരിച്ചിട്ട് ആ ഒരു വെറൈറ്റി ഫുൾ ആ ഒരു കാറ്റഗറിയിൽ. നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ ഇതിന്റെ ക്ലോസ് കാണരുത്, ഇതിലൊരു ക്ലിപ്പ് ഉണ്ട്. നമ്മൾ ഹെയറിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലിപ്പാണ്. അത് സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. താങ്ങില്ല കാരണം ഇനിയിപ്പോ വിരിഞ്ഞിട്ടില്ല, വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇത് 6 മാസം നിൽക്കണ്ടേ, നല്ല വെയിറ്റ് ഉണ്ടാവും. കുറച്ച് വെയിറ്റ് ഉണ്ടാവും. പിന്നെ അഥവാ എന്തെങ്കിലും ഷേക്ക് ആയാലും ഒടിയാതിരിക്കാൻ സ്റ്റിക്ക് ചെയ്ത്. ഈ സ്റ്റിക്ക് അപ്പൊ മേടിക്കാൻ കിട്ടുന്നതാണോ എങ്ങനെ? അതല്ലെങ്കിൽ ഈ സ്റ്റിക്ക് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പ് ആൻഡ് ബ്യൂട്ടി ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന അതേ ക്ലിപ്പ് തന്നെയാണ്. പിന്നെ ഈ സ്റ്റേ കൊടുക്കാനുള്ള ഇതൊക്കെയോ? ഈ സ്റ്റേയുടെ കമ്പി നമ്മൾ ഹാർഡ്വെയർ ഷോപ്പുകളിൽ കിട്ടും. അപ്പൊ എല്ലാത്തിനും ഇത് മസ്റ്റ് ആണ്. എല്ലാത്തിനും ഈ ഒരു വെറൈറ്റിക്ക് നമ്മൾ സാധാരണ സ്റ്റിക്ക് കൊടുക്കും. ഇതിങ്ങനെ കുറച്ചുകൂടെ ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ താഴേക്ക് വരും. അപ്പൊ ചിലപ്പോൾ വെയിറ്റ് കൊണ്ട് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു 37 സെന്റ് സ്ഥലമായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അവിടെ മാത്രമാണോ ഇപ്പോഴും നിങ്ങളുടെ ബിസിനസ്, അതോ കൂടുതൽ വിപുലപ്പെടുത്തിയോ? അല്ല, 33 സെന്റിലാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് ഒരേക്കറിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങൾ, പ്രോജക്റ്റുകൾ നടക്കുകയാണ്. ഓർക്കിഡിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതിന്റെ ഈ മണ്ണ് നിലമൊരുക്കൽ എന്നതുണ്ടോ, അതോ എല്ലാം ഓരോന്നും പോട്ടുകൾ? നമുക്കിത് മണ്ണ് വേണ്ടാത്തൊരു കൃഷി രീതിയാണ് മെയിൻ ആയിട്ട്. അപ്പം സാധാരണ ഇത് ഉപയോഗിക്കുന്ന പോട്ടിംഗ് മീഡിയം എന്ന് പറയുന്നത് തൊണ്ട്, കരി, ഓട്, ഇങ്ങനത്തെ സാധനങ്ങൾ, ക്ലേ ബോള്. പിന്നെ വിദേശികളൊക്കെ ആണെങ്കിൽ സ്പാഗ്നമോസ് എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്യും. ഒരു പ്ലാന്റ് തന്നെയാണ്, ഒരു പായൽ ചെടി. അപ്പം ഇങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് മാത്രമാണ് ഈ ഓർക്കിഡ് പ്ലാന്റ്സിന്റെ ആവശ്യം. അപ്പോൾ നമുക്ക് ടെറസിലൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും, മണ്ണ് വേണ്ടാത്തത് കൊണ്ട് തന്നെ. അപ്പം ഇതെല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒന്ന് ഫംഗിസൈഡ് സൊല്യൂഷനിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നല്ല വെയിലൊക്കെ കൊള്ളിച്ച് ആ പോട്ടിംഗ് മീഡിയ ഒക്കെ ട്രീറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് കടയിൽ നിന്നൊക്കെ ഫ്ലവേഴ്സ് മേടിക്കുമ്പോൾ പറയാം അതിനെ മണക്കരുത്, കാരണം ഒരുപാട് കെമിക്കൽസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഓർക്കിഡിനെ സംബന്ധിച്ച് അത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിന്റെ യൂസേജ് എങ്ങനെയാണ് പഠിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഞങ്ങൾ സാധാരണ ഇൻസെക്ടിസൈഡുകളാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം, അതിപ്പോൾ ഏത് ഇൻസെക്റ്റ് ആണ് ഇതിനെ അറ്റാക്ക് ചെയ്തത് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ആ ഇൻസെക്റ്റിന് എന്ത് മെഡിസിൻ ആണ് വേണ്ടത് അത് കൊടുത്തിട്ട് അതിനെ ഒഴിവാക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവറൊക്കെ മൊത്തം കട്ട് ചെയ്ത് അതിന്റെ ഷേപ്പൊക്കെ ഇതായിട്ട് ഒച്ച് അങ്ങനെയുള്ള കുറെ ബ്ലോസം, മിഡ്ജ്, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അവരൊക്കെ വന്ന് കയറിയാല് ഇതും ഫുള്ള് തിന്നോണ്ടങ്ങ് പോകും, നീരൊറ്റി കുടിച്ചോണ്ട് പോകും. അപ്പൊ അതിനുള്ള ലൈഫ് കുറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ മണ്ണ് വേണ്ടെന്ന് പറഞ്ഞല്ലോ, മണ്ണല്ലാണ്ട് എങ്ങനെയാണ്? മണ്ണല്ലാണ്ട് എന്തൊക്കെയാണ് പോട്ട്, നമ്മളൊരു പ്ലാസ്റ്റിക് പോട്ട് എടുക്കുവാണെങ്കിൽ അതിലേക്ക് ഒന്നെങ്കിൽ നമുക്ക് തൊണ്ട് മാത്രം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കരി മാത്രമായിട്ട്
അല്ലെങ്കിൽ തടിക്കഷ്ണം, പൈൻ വുഡുകൾ. ഇപ്പോ സിറ്റിയിലൊക്കെ ആണെങ്കിൽ മണ്ണിനെക്കാട്ടി പാടാണ് ഈ കരിയും. അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു മറ്റേത് ഇത് മേടിക്കാൻ കിട്ടും, തൊണ്ടല്ല എല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ മോഡൊക്കെ നമുക്കിപ്പോ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർ കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ക്ലേ ബോൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബോളാണ് ക്ലേയുടെ. ഈ ബോൾസ് നമുക്ക് അവൈലബിൾ ആണ്. അതെല്ലാം വേണമെങ്കിൽ സൂം ചെയ്താൽ കാണാൻ പറ്റും. ക്ലേ ബോൾസ് ആണ്. ഓക്കെ, ക്ലേ ബോൾസ് ഇങ്ങനെ ക്ലേ ബോൾസ് വാങ്ങി നമ്മൾ പെബിൾസിന് പകരമായിട്ടൊക്കെ യൂസ് ചെയ്യും. ഇത് വെള്ളം അബ്സോർബ് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ കുറെ നാള് വെള്ളമൊക്കെ ഒഴിക്കാതിരുന്നാലും ഇതിന് വെള്ളം ലഭിക്കും. അതിനുള്ള ക്ലേ ബോൾസ് ആണിത്. ഇങ്ങനെ ക്ലേ ബോൾസ് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റും. ഇപ്പൊ മണ്ണില്ലാന്ന് വെച്ച് ഓർക്കിഡ് കൃഷിയോ അല്ലെങ്കിൽ കുറച്ച് ഓർക്കിഡ് വീട്ടിൽ വേണമെന്ന് വിചാരിക്കുന്നവർക്ക് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. തടിക്കഷ്ണം മാത്രം മതി. തടിക്കഷ്ണം മാത്രം വെച്ച് കെട്ടിയാല് ഈസി ആയിട്ട്, മരങ്ങളിലാണെങ്കിൽ വനങ്ങളിലൊക്കെ ഇത് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷെ ഇതിന് ബേസിക് ആയിട്ടൊരു നോളജ് ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഇപ്പൊ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് മണ്ണ് കൊണ്ട് കുഴിച്ചു വെച്ചാൽ ചീത്തയായി. വെള്ളം വേണ്ടാന്ന് പറയുന്നല്ലോ, എങ്കിൽ പോലും എങ്ങനെയാണ് നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യേണ്ടത്? സ്പ്രേ ചെയ്യലായിരുന്നു. വെള്ളം ഒഴിക്കും നമ്മൾ ഡെയിലി. വേനലൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളം ഡെയിലി നമ്മൾ ഒഴിക്കും. പക്ഷേ നമുക്ക് ഈ പോട്ടിംഗ് മീഡിയ അനുസരിച്ചിട്ട് നമുക്ക് ഓരോ വെള്ളം ഒഴിക്കുന്ന ഓരോ രീതിയിലാണ്. ഈ പ്ലാന്റ്സ് വീക്കൊക്കെ മതിയാവുമോ? ഈ പ്ലാന്റ്സിന് ഒരു 3 days കൂടുമ്പോഴായിരിക്കും ഒഴിക്കുന്നത്. അല്ല, നമ്മൾ ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ മതി, നമ്മളുടെ ഇഷ്ടമാണ്. ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഫ്ലവർ ഒക്കെ ഒടിയാതെ ഒഴിക്കാന്നുള്ളേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അല്ലേ? പിന്നെ ഇനി എങ്ങനെയാണ് സംരക്ഷണം? വെയിൽ ഉള്ളിടത്താണോ വെക്കേണ്ടത് അതോ വെയിൽ കുറഞ്ഞെടുത്താണോ വെക്കേണ്ടത്? അത് ഓരോ കാറ്റഗറിക്കും ഓരോ രീതിയാണ്. അപ്പൊ ഇത് ഫെൻലോപ്സിസ് ആണ്. ഇതിന് വളരെ വെയിൽ കുറവ് വേണ്ട സാധനമാണ്. അതായത് ഓരോ ഐറ്റം വാങ്ങുന്നവർക്ക് നിങ്ങൾ പ്രത്യേകം അവയർനെസ് കൊടുക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ വിളിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ കസ്റ്റമറിനെ വാല്യൂ കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ഡൗട്ട് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു സ്റ്റാഫ് തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ എന്ത് ഡൗട്ട് സുലു അയച്ചു തന്ന വീഡിയോയില് ചില ചെടികൾക്കൊക്കെ ഓരോ ടാഗുകൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ പണിക്കൂലി ഒക്കെ മുൻകൂട്ടി പണിക്കൂലിയൊക്കെ നിശ്ചയിച്ച് ടാഗ് കെട്ടിയേക്കുന്ന പോലെ ഓരോ ചെടിക്കും ടാഗ് ഉണ്ടായിരുന്നു. അതെന്തിനാണ് ടാഗ്? നമുക്കിപ്പോ ഈ പ്ലാന്റ് ഫ്ലവർ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പ്ലാന്റ് ഒരുപോലെ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് തന്നെ ഐഡന്റിഫൈ, ഞങ്ങൾക്കും ഞങ്ങളുടെ സ്റ്റാഫ്, പിന്നെ പുറത്ത് നമ്മൾ വാങ്ങിക്കുന്നവർക്കും ഈസിയാണ്. ഈ വെറൈറ്റി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് നോക്കിയിട്ട് വാങ്ങാം. ഓക്കെ. അപ്പൊ ടാഗിൽ കോഡുണ്ട്, പേരുണ്ട്. നിങ്ങളുടെ കോഡാണ്, ഞങ്ങളുടെ കോഡ്. അത് നമ്മുടെ കാറ്റലോഗിൽ സെർച്ച് ചെയ്താൽ. എഞ്ചിനീയർ ആണോ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, വളരെ ശാസ്ത്രീയമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓരോ ചെടിക്കും കോഡ് നൽകി, പൂക്കൾ ഇല്ലെങ്കിൽ പോലും അവയെ ഐഡന്റിഫൈ. എനിക്കൊന്ന് നമ്മൾ കാണുന്ന സിമിലർ ആയിട്ടുള്ള ഐറ്റമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഓരോ ചെടിക്കും കോഡ് നൽകി ഓരോ ചെടിയെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ തരം തിരിച്ച് തന്നെ മനസ്സിലാക്കിയുള്ള ചികിത്സയും പരിചരണവും ഒക്കെയാണ് സുലൂസ് ഓർക്കിഡ് നൽകുന്നത്. വാങ്ങുന്നവർക്ക് അതേപോലെ തന്നെ അവർ അവയർനെസ് നൽകും. അതെങ്ങനെ സംരക്ഷിക്കണം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു സംരംഭക എന്ന നിലയിലുള്ള വിജയത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. ആദ്യം എനിക്ക് തോന്നുന്നു മറ്റ് ഏതെങ്കിലും ഒരു സംരംഭത്തെക്കാൾ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ളതാണ് അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ ലോ കോസ്റ്റിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വീട്ടിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ അധികം ചെലവൊന്നും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. ആദ്യം ഈ ഒരു പോളി ഹൗസിനാണ് മെയിൻ ആയിട്ട് ഈ ചെലവ് വന്നത്. അതെത്രത്തോളം നിങ്ങൾ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു? സ്റ്റാർട്ടിങ് ശരിക്കും ഒരു 50,000 രൂപയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഴപ്പമില്ല, അഫോർഡ് ചെയ്യാവുന്നതാണ്. അതെ അതെ. അപ്പം അതില് വീട്ടിൽ ചെയ്തപ്പോഴാണ് അങ്ങനെ ചെയ്തത്. ഇനി ഒരു സർപ്രൈസ് കൂടി പറയാം. 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത അജ്മി വർഷങ്ങൾക്കുള്ളിൽ തന്നെ 1 ലക്ഷത്തിൽ പരം രൂപ മാസ വരുമാനമുള്ള ആളായി മാറി എന്നുള്ളതാണ് അജ്മിയുടെ വിജയം സൂചിപ്പിക്കുന്നത്. ഇപ്പോ മാസം എത്ര രൂപയ്ക്ക് കിട്ടും? ഇപ്പൊ നമുക്കൊരു 6 സ്റ്റാഫ് ഉണ്ട്. അപ്പം അവർക്ക് ഒരു നല്ലൊരു മോശമില്ലാത്ത സാലറി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാഭം മാത്രം എത്രയുണ്ട് അതിന് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കൂടുതൽ ഈ കിട്ടുന്ന ലാഭം ഇതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാന്നാണ് ഉദ്ദേശം. അതുകൊണ്ട് എത്ര തുടങ്ങി 2019 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ബ്രേക്ക് ഈവൻ ആവാൻ എത്ര സമയം എടുത്തു? ഇപ്പൊ ഒരു 3 ഇയേഴ്സ് ആവുന്നതേ ഉള്ളൂ. ആ ഒരു നഷ്ടമില്ലാത്ത ഒരു നല്ല രീതിയിൽ ചെയ്യാനായിട്ടൊരു 3 വർഷം എടുത്തു.
ഓക്കെ, ഇപ്പൊ എന്നിട്ടും പറഞ്ഞില്ല കേട്ടോ അജ്മി, ഇതുവരെ പറഞ്ഞില്ല ഇപ്പൊ മാസം എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യം. അല്ല, അത് നമുക്ക് ഓരോ സീസൺ അനുസരിച്ചിട്ട് തുടങ്ങിക്കോ, ധൈര്യമായിട്ട് തുടങ്ങാം. 1 ലക്ഷം എന്നുള്ളത് ഞാൻ കുറച്ച് പഴയ കണക്കാണ്, അതാണ് ഞാൻ ആവർത്തിച്ച് അജ്മിയോട് ചോദിക്കുന്നത്. 2 അതിനപ്പുറത്തേക്കോ ഒക്കെ എത്തിയാണ്. എന്തായാലും വളരെ സക്സസ്ഫുൾ ആണ്. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഒരു ബ്രേക്ക് ഈവനിലേക്കും പിന്നീട് ലാഭത്തിലേക്കും ഒക്കെ എത്താൻ കഴിഞ്ഞു. 50,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണുള്ളത്. പക്ഷേ അജ്മി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ശാസ്ത്രീയമായിട്ടാണ് അവരുടെ തോട്ടമെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അഡ്വൈസ് ഒക്കെ കിട്ടിയിരുന്നോ? സർക്കാരിന്റെ ഏതെങ്കിലും ഒക്കെ സംവിധാനങ്ങൾ സഹായിച്ചിരുന്നു? നമ്മള് ഇപ്പൊ ഈ പോളി ഹൗസ് ഒക്കെ ചെയ്യുന്നതിന് കൃഷിഭവന്റെ ഹെൽപ്പ് ഒക്കെ സബ്സിഡികളൊക്കെ കിട്ടുന്നുണ്ട്. കൃഷിഭവൻ എന്ന് പറയുമ്പോൾ അവർ ഇങ്ങനത്തെ പൂക്കൃഷിക്ക് പൂക്കൃഷിക്ക് SHM എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് അവർക്ക്. അപ്പൊ അതിന് നമ്മള് ഒരു 500 പ്ലാന്റ്സിന് ആദ്യമായിട്ട് നമുക്കൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സബ്സിഡി, അതിന്റെ ട്രെയിൻ ഷെൽട്ടർ, അപ്പൊ അതിനൊരു ഹാഫ് അവർ തരും. അപ്പൊ അതൊരു ഹെൽപ്ഫുൾ ആയിരുന്നു. ആദ്യം എനിക്ക് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് എനിക്കുള്ളത് അവര് തക്കാളി തരും, വഴുതനങ്ങ, ചെടികൾ തരും. കാരണം നമുക്കിതൊക്കെ കാണുമ്പോൾ ഭംഗി ഉണ്ട്, രസമുണ്ട്, നല്ല കളേഴ്സ് ആണ്, പക്ഷെ ഒന്നും കഴിക്കാൻ കിട്ടില്ലല്ലോ. അപ്പൊ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടാം. അപ്പോ എനിക്ക് സാധാരണ വെജിറ്റബിൾ കൃഷിയാണ് ഇഷ്ടം കേട്ടോ, എന്തെങ്കിലും ഒന്നൊരു റിട്ടേൺ കിട്ടുമല്ലോ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അജ്മിയുടെ വിശേഷങ്ങൾ. നമുക്ക് ഇനിയും കൂടുതൽ വിശേഷങ്ങൾ അജ്മിയിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം. അജ്മിയുണ്ട് ഓർക്കിഡ് വിശേഷങ്ങൾ പങ്കുവെക്കാൻ. അജ്മി, നേരത്തെ പറയുമ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട് 6 സ്റ്റാഫ് ഉണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ബ്രദർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ ജീവനക്കാരുടെയും ഒപ്പം തന്നെ ആരൊക്കെയാണ് വീട്ടിൽ നിന്ന് സഹായത്തിനുള്ളത്? വീട്ടില് സ്റ്റാർട്ടിങ് ഞാൻ ഹസ്ബൻഡ് എന്നെ ഒരു ഇൻസ്പയറിംഗ് ആയിരുന്നു ഇത് ചെയ്യുന്നുള്ളത്. അപ്പം ചെറിയ രീതിയിൽ ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഒരു എന്റർപ്രണർ ആവുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പിന്നെ എൻ്റെ ബ്രദറിന് ഫാമിംഗ് മേഖലകൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മുഹമ്മദ് സഫീർ എന്നാണ് പേര്. അപ്പം പുള്ളിയോട് ഞാൻ എൻ്റെ ആ ഒരു ഇൻട്രസ്റ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് പുള്ളിയുടെ ഐഡിയയും എൻ്റെ ഐഡിയയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സുലൂസ് ഓർക്കിഡ്സ് ഇമ്പോർട്ടേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത് നഴ്സറി രംഗത്ത്. അപ്പം വിദേശത്ത് നിന്ന് നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ സെയിൽ ചെയ്യാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ ഇതിന്റെ വളരെ വ്യത്യസ്തമായ ഇനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വിപുലപ്പെടുത്തുകയാണ് അല്ലേ? അതെ അതെ അതെ. ഇത് നമുക്ക് ഇപ്പം ലോകമെമ്പാടും എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീമാണ്. ബിസിനസ് അങ്ങനെ വിപുലപ്പെടുത്തുക എന്നത്. ഇപ്പോ പറഞ്ഞല്ലോ 6 ജീവനക്കാർ, 6 പേർക്ക് വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഓൺട്രപ്രണർ കൂടിയാണ് അജ്മിക്ക് 6 സ്റ്റാഫാണുള്ളത്. ഞാൻ അജ്മിയെ വിളിച്ച് സംസാരിക്കുമ്പോൾ അജ്മി ഫാമിലായിരുന്നു. അപ്പോൾ വാക്കി ടോക്കി ഉപയോഗിച്ചാണ് ഇവര് ആശയവിനിമയം നടത്തുന്നത്. അത്രമാത്രം ശാസ്ത്രീയമായ രീതിയിൽ കുറച്ച് ഇപ്പൊ ഫാമിനുള്ളിലാണെങ്കിൽ വിളിച്ചാൽ കേൾക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഓഫീസിലിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് അങ്ങനെ എല്ലാം വളരെ വലിയ സെറ്റപ്പിലാണ് നടത്തുന്നത്. ഈ പറഞ്ഞതുപോലെ വേൾഡ് വൈഡ് എക്സ്പോർട്ട് ചെയ്യുക എന്നതാണ് അവരുടെ വലിയ ഡ്രീമാണ്. ആ ഡ്രീമിലേക്കാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കൂട്ടായ ശ്രമമാണ്. അജ്മി, ഇവിടെ ഇപ്പോൾ പറഞ്ഞുവല്ലോ നമ്മൾ കാണുന്നത് പ്രധാനമായും ഓൺലൈൻ വിപണിയാണ്. ഓൺലൈൻ വിപണി എന്ന് വെച്ചാൽ ഫേസ്ബുക്ക്, നമ്മൾക്ക് സൈറ്റ് ഉണ്ട് www.sulusorchids.com. അതുവഴി നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മളുടെ ഓരോ അപ്ഡേഷൻസ് നമ്മൾ ഡെയിലി കൊടുക്കും. അപ്പൊ അത് കാണുമ്പോൾ ആൾക്കാർ അങ്ങനെയാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കളക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്ഥിരമായി ഏത് പുതിയ വെറൈറ്റി വരും നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. 4 വർഷമായിട്ട്. ഓർക്കിഡ് എന്ന് പറയുമ്പോൾ മറ്റു സാധാരണ പോലെയല്ല, കുറച്ച് കോസ്റ്റ്ലിയും കൂടിയാണല്ലോ. എത്ര രൂപയൊക്കെ ഇപ്പൊ ഇതുപോലെയൊക്കെ ഉള്ള ഒരു ഫ്ലവർ അല്ലെങ്കിൽ മീൻസ് ഫ്ലവർ വന്നിട്ടുള്ള ഒരു ചെടി മേടിക്കണമെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്കാവും? ഇതിനൊരു 500 to 700. അതായത് ഒരെണ്ണത്തിന്. അത് ഈ പ്ലാന്റ് സൈസ് അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ വെറൈറ്റി അനുസരിച്ച് ഒരു സ്പീഷ്യസ് വെറൈറ്റി ഒക്കെ ആണെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിരിക്കും. എന്നാലും ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റം ഏതാ അജ്മിയുടെ ഫാമിലെ? ഒരു 5,000 ഒക്കെ വരുന്ന വലിയ, അതായത് പ്ലാന്റ് സൈസ് അത്രയും പ്രായം ഏജ് ഉള്ള പ്ലാന്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഏജ് കൂടുമ്പോൾ കൂടുതൽ ഭംഗിയാണ് ഓർക്കിഡിന്. ഭംഗിയാവും, അത്രയും കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഫ്ലവേഴ്സിന് വലിപ്പം കൂടും, എണ്ണം കൂടും. അപ്പൊ അതുകൊണ്ട് ഒരു ഇതില് ഒരു ഫ്ലവർ വന്നാൽ അത് പിന്നെയും ഗ്രോ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ?
സാധാരണ കട്ട് ചെയ്ത് കൊടുക്കണം? അല്ലല്ല, ഈ ഓരോ വെറൈറ്റിക്ക് ഓരോ രീതിയാണ്. ഈ ഒരു പ്ലാന്റിന് ഇതിൽ നിന്ന് തന്നെ പുതിയ തൈ വരും, അതായത് ഈ തണ്ടിൽ നിന്ന് തന്നെ പുതിയ തൈ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതിൽ നിന്ന് തന്നെയാണ് പുതിയതായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോ ഒരു പ്ലാന്റ് മേടിക്കാൻ ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നീട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. വെച്ചാൽ നമുക്ക് വർഷത്തിൽ ഇപ്പൊ 1-2 തൈ മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മളിപ്പോ ഒരു സാധാരണ റോസയോ അങ്ങനെ മുല്ലയോ ഒക്കെ ചെയ്യുന്ന പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഫാമിൽ? നമുക്ക് അഡീനിയം, എയർ പ്ലാന്റ്സ്, ഈ 3 കാറ്റഗറി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നമ്മളുടെ ഈ ഷോ കാണുന്ന ആർക്കെങ്കിലും പൂക്കൃഷിയിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ അജ്മി ഒരു കാര്യം നമ്മൾ പേഴ്സണലായിട്ട് പറയുമ്പോൾ ആദ്യമൊക്കെ ചെന്ന് സംസാരിക്കുമ്പോൾ ചിലരൊക്കെ ബിസിനസ് സീക്രട്സ് ഒന്നും പുറത്തു പറയാത്ത ചില ദുരനുഭവങ്ങൾ കൂടി അജ്മിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും അജ്മി ആ ഒരു ദുരനുഭവം ഉള്ളത് കൊണ്ട് ഇപ്പൊ വരുന്നവരോട് അങ്ങനെ ആയിരിക്കില്ലല്ലോ? ഒരിക്കലും ഇല്ല. എനിക്കറിയാവുന്ന എല്ലാ അറിവുകളും ഞാൻ പങ്കുവെക്കും. അതുകൊണ്ട് തന്നെയാണ് അത്രയും ആൾക്കാർ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അപ്പോ ഈ പുതിയതായിട്ട് ഈ രംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അജ്മിക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ 100% നമ്മൾ ഇവിടെ തന്നെ കൊടുക്കുക, അങ്ങനെ മക്കളെ പോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 100% വിജയം. ഒരുപാട് നട്ട് നനച്ച ചെടികൾ പോകുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? പിന്നെ തീർച്ചയായും നല്ല വിഷമം തോന്നും. കാരണം നമ്മൾ മക്കളെ പോലെ നോക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് അത് ഫീൽ ചെയ്തു. അതെ അതെ അതെ, നമുക്കൊരു ഇല പോകുമ്പോ തന്നെ ഈ ഒരു ടെൻഷനാണ്, അയ്യോ ഇനി അടുത്ത് എന്തെങ്കിലും രോഗം ഉണ്ടാവോ, അങ്ങനെയൊക്കെ ഓരോന്നിനെയും പോയി നേരിട്ട് കണ്ട് പരിചരിക്കാനായിട്ടില്ലേ? അതെ അതെ. അജ്മിയുടെ ആ അർപ്പണ ബോധമാണ് ഈ ഒരു വലിയ വിജയത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്തായാലും ഒരു ചെറിയ ആദ്യം ഹോബിയായി തുടങ്ങി, പിന്നീട് ഒരു ചെറിയ വരുമാനം ആഗ്രഹിച്ചു, ഇപ്പോൾ ദാ വലിയൊരു ബിസിനസ് സംരംഭമായിരിക്കുന്നു. അത് വേൾഡ് മുഴുവൻ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സംരംഭമാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. എല്ലാവിധ ആശംസകളും അജ്മി. ഞങ്ങൾക്കൊപ്പം വന്നതിനും വിശേഷങ്ങൾ പങ്കുവെച്ചതിനും ഇത്രയും അറിവ് നൽകിയതിനും വളരെ നന്ദി. താങ്ക് യു. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയ മറ്റൊരു ഓൺട്രപ്രണറുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.